ശങ്കർ സാർ, ബഹുമാന്യനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സുധാകരേട്ടൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യത്തിൽ നിറഞ്ഞ സന്തോഷത്തോടും നിറഞ്ഞ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം അച്യുത് ശങ്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറി. ഒരു ശാസ്ത്രവേദി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റും എന്നെനിക്ക് 100% ഉറപ്പ്. സത്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ റിലീസ് ചെയ്ത ഈ മാഗസിൻ, ഇത് ജേർണൽ, ഇതെനിക്ക് പ്രസിദ്ധീകരണം സൈറ്റെക്, ഇതെനിക്ക് നേരത്തെ കിട്ടി. ഇന്നലെ എനിക്ക് കിട്ടിയത്. ഞാനിത് വായിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മുടെ ഒരു പ്രസ്ഥാനം ഇതുപോലത്തെ ഒരു പ്രസിദ്ധീകരണം ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? എത്ര മനോഹരമായിട്ടുള്ള ആർട്ടിക്കിൾസാണ് അതിൻ്റെ അകത്തുള്ളത്. സാറിവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സിമ്പിളായിട്ട് വലിയ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കൊടുത്തിരിക്കുകയാണ്. ഇതേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ സാറിനോട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാടിന് പുറത്തുള്ള ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകൾ തിരക്ക് കൂട്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയം വരും. അത്രയും ഒരു സ്റ്റാൻഡേർഡാണത്. നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നിപ്പോകും, ഭയങ്കരമായ സന്തോഷം തോന്നിപ്പോകും. അതുപോലെ തന്നെ 5 പ്രസിദ്ധീകരണങ്ങൾ. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സയൻസ് ലിറ്ററേച്ചറാണ്, ശാസ്ത്ര സാഹിത്യം കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിൻ്റെ ആരാധനാണെന്ന് ഞാൻ നെഹ്റുവിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുമ്പോൾ നെഹ്റു പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്, സയൻറ്റിഫിക് ടെമ്പർ. ആ ശാസ്ത്രബോധമാണ് നമ്മുടെ രാജ്യത്തെ ഈ നിലയിലേക്ക് കൊണ്ടുപോയത്. ആ പ്രധാനമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്ന ഉദാത്തമായ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെമ്പറാണ് ISRO ഉണ്ടാക്കിയത്, അല്ലേ? IITകൾ ഉണ്ടാക്കിയത്, IIMകൾ ഉണ്ടാക്കിയത്, എയിംസ് ഉണ്ടാക്കിയത്, ഇഷ്ടം പോലെ നമ്മുടെ നാടിന് അഭിമാനകരമായ എല്ലാ സ്ഥാപനങ്ങളും ഉയർന്നു വന്നത് ആ വലിയ മനുഷ്യൻ്റെ ഈ ശാസ്ത്രബോധത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഒരു ലെഗസി എന്ന് പറയുന്നത് തന്നെ സയൻറ്റിഫിക് ടെമ്പറാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലെഗസിയാണ്, സയൻറ്റിഫിക് ടെമ്പറാണ്. അതിനെ നമുക്ക് ഏറ്റവും മൂർച്ചയുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറയും, ക്ലീഷേ വന്ന വാക്കാണ് നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയും. എല്ലാവരും പറയും വിജ്ഞാന വിസ്ഫോടനം. എന്താ യഥാർത്ഥത്തിൽ ഒന്നും പൊട്ടിത്തെറിക്കുന്നതല്ലല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സബ്ജക്റ്റിലും മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ മിനിറ്റിലും അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ അറിവുകളാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി കോഴ്സ് കഴിഞ്ഞ് പുറത്തു വന്നാൽ ആ സബ്ജക്റ്റ് ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അത് കുറേ കൂടി പുതിയതായിട്ടുള്ള സംഭവങ്ങൾ വരികയാണ് എല്ലാം. അതായത് നമ്മുടെ ഹരാരയുടെ പുസ്തകം, 2ാമത്തെ പുസ്തകം, ഹോമോസാപ്പിയൻസ് കഴിഞ്ഞിട്ടുള്ള ഹോമോഡ്യൂസിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രൊജക്ഷനാണ്. അതിൽ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ആയുസ് എത്രയായിരുന്നു? നമ്മുടെ ആയുസ്, ശരാശരി ആയുസ് 35-40 വയസ്സായിരുന്നു ശരാശരി ആയുസ്. ഇപ്പോൾ ഈ നൂറ്റാണ്ടായപ്പോഴേക്ക് 75-80 ഏകദേശം ഇരട്ടിയായി മനുഷ്യൻ്റെ ആയുസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചുപോയി. എന്താ മരിച്ചത്? നെഞ്ചുവേദനയാണ്. ഇപ്പം നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കാം, അല്ലേ? ECG എടുക്കാം, ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ബൈപ്പാസ് സർജറി നടത്താൻ എണീറ്റ് ആൾക്ക് ജോലിക്ക് പോവാം. അപ്പോൾ അത് സയൻസിൻ്റെ വളർച്ചയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അടുത്ത നൂറ്റാണ്ടിൽ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കുന്നതാണ്. അദ്ദേഹം തന്നെ പറയുന്നത് 160-180 വയസ്സിനിടയിലായിരിക്കും ആയുസ് എന്നാണ്. അതാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. ഡോക്ടറല്ല കാണാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ചെല്ലുമ്പോൾ തന്നെ കാർ സ്കാൻ ചെയ്യണ പോലെ നമ്മളെ സ്കാൻ ചെയ്യും, നമ്മളെ സിംറ്റംസ് ഒക്കെ നോക്കിയെടുക്കും. അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യും എന്താണ് അസുഖം. 10 ഡോക്ടറെ അടുത്ത് പോകണ്ട ഡയഗ്നോസ് ചെയ്യാൻ, അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് മരുന്നാണ്. 10 മരുന്നെടുക്കും. എന്നിട്ട് തൻ്റെ അനാറ്റമി നോക്കി തനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മരുന്നെന്ന് വരും. മരുന്ന് കഴിച്ചാൽ നമുക്ക് അസുഖം മാറും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മെർജ് ചെയ്ത് നാനോ റോബോട്ട് ഉണ്ടാക്കി, ചെറുതായിട്ടുള്ള റോബോട്ട് ഉണ്ടാക്കി നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് ഡോക്ടർമാരിങ്ങനെ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ആ നാനോ റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ഈ നാനോ റോബോട്ട് പോയി നമ്മുടെ ഹാർട്ടിലെ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. അപ്പോൾ ഇത് വേണ്ട, ബൈപ്പാസും വേണ്ട, ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, എല്ലാം മാറ്റും. അവൻ നമ്മുടെ ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. കീമോതെറാപ്പി വേണ്ട, റേഡിയേഷൻ വേണ്ട, മുടി കൊഴിയിൽ ഒരു പ്രശ്നമില്ല.
പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും, നമുക്ക് പ്രായമാവില്ല. അച്യുത് ശങ്കർ സാറിനെ കണ്ടാൽ 125 വയസ്സായാലും ഇതേപോലെ തന്നെ സുന്ദരനായിട്ട്. അതാണ് വ്യത്യാസം. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ് ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുക. സുധാകരനൊക്കെ പഴയ 25 വയസ്സുള്ള ചുറുചുറുക്കിലേക്ക് തിരിച്ചു വരും. അത് പറഞ്ഞ അതാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇതിനെ അപ്പുറത്തേക്കാണ് പോകുന്നത്. പിന്നെ പറയുന്നത്, അതിനകത്ത് പറയുന്നത് ഹാർട്ട് പോയാൽ വേറെ ആളുടെ ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവറൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഒന്നും ബോഡിയിൽ ഉണ്ടാവില്ല, എല്ലാം ആർട്ടിഫിഷ്യൽ. പക്ഷേ മരിക്കില്ല എന്ന് പറയുന്നില്ല. അതായത് ഇമ്മോർട്ടൽ എന്നുള്ള വാക്കാണ്, അനശ്വരൻ എന്നുള്ള വാക്കിന് അർത്ഥം. അതല്ല അദ്ദേഹം ഉപയോഗിക്കും. അമ്മോർട്ടൽ എന്നുള്ള വാക്കാണ്. കാരണം കയ്യിലിരിപ്പ് അപ്പോഴും മോശമായിരിക്കും, അതുകൊണ്ട് മരിക്കും. തമ്മിൽ യുദ്ധം ചെയ്തോ കുത്തിയോ ഒക്കെ മരിക്കും, അപകടങ്ങൾ ഉണ്ടായൊക്കെ മരിക്കും. പക്ഷേ അസുഖം ഒന്നും മരിക്കില്ല. കാരണം മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയുടെ പ്രൊജക്ഷനാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇതിൻ്റെ അകത്തൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞാൻ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചിട്ട് കയ്യും കാലും മറിച്ചു പോയി. പറയുന്നത് ഈ ഡെക്കേഡ്, അടുത്ത നൂറ്റാണ്ടിലൊന്നുമല്ല, ഈ 2020 ആകുമ്പോഴേക്കും നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ലെവലിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ലെവലിലേക്ക് 2030, അതായത് പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ 2030 ആകുമ്പോൾ സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. ആര്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെയൊക്കെ മീതെ വരും, നമ്മുടെ മീതെ പോകും. 2030 നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ മീതയിലേക്ക് പോകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2045 ആകുമ്പോൾ നമ്മുടെ ബ്രെയിനുമായിട്ട് നേരിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കണക്ട് ചെയ്ത് മില്യൺ ഫോൾഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇൻ്റലിജൻസ് ദശലക്ഷം വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നാ ആലോചിച്ച് നോക്കി, ഇപ്പോഴുള്ള ഇൻ്റലിജൻസ് വെച്ച് തന്നെ എന്തെല്ലാം പണിയാണ് ചെയ്യുന്നത്. അപ്പം 1 മില്യൺ ഫോൾഡ് നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിച്ച എന്തെല്ലാം ആപ്പും പണി ആയിരിക്കും. അല്ലെ ഞാൻ പറയുന്നത്, ഇന്ന് ആലോചിച്ച് നമ്മുടെ പ്രൊജക്ഷൻ ആലോചിച്ച് നോക്കിയേ. ഒരു സയൻസാണ് അല്ലേ, സയൻസിൻ്റെ ഒരു വിഭാഗമാണ്. നമ്മുടെ ബ്രെയിനിലെ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ നിലവിലുള്ള ഇൻ്റലിജൻസിനെ മില്യൺ ഫോൾഡ് അതിനെ ഡെവലപ്പ് ചെയ്യുകയെന്നാണ്. സിംഗുലാരിറ്റി ആണെന്നാണ്, ഏകത്വത്തിലേക്ക് അവസാനം എത്തുമെന്നാണ്. അത് ഏറ്റവും വലിയ റിസർച്ചറാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഞാൻ അടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഭയങ്കര ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ ഇങ്ങനെ ഓരോ വിഷയത്തിലും ഇപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി, ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന പുസ്തകമാണ്. നമ്മൾ പറയും നമ്മളെല്ലാം ആര്യന്മാരാണ്, നമ്മളെല്ലാം വെളുത്ത ആളുകളാണ്, നിങ്ങളെല്ലാം കറുത്ത ആളുകളാണ്. ടോണി ജോസഫ് പറയണത് എല്ലാ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസാണ്. എല്ലാവരും ആഫ്രിക്കയിൽ ജീവിച്ചിട്ട് പുറത്തു വന്നവരാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായി ഇന്ത്യയിലെത്തിയ ആളുകൾ ഏത് റൂട്ടിലാണ് വന്നത്? 10,000 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാൻ വഴിയാണ് വന്നത്. പിന്നെ 1000 വർഷങ്ങൾക്ക് ശേഷം അടുത്ത ബാച്ച് ഇറാൻ വഴി, ഇറാനിലെ മെഡോസ് വഴി നോർത്ത് ഇന്ത്യയിൽ വന്നു. കുറേ നാൾ അവർ അവിടെ ഒരുമിച്ച് താമസിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിലൊരു വിഭാഗം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. അതാരാ? നമ്മുടെ പൂർവികർ, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ എല്ലാവരും അതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത് അടയാളപ്പെടുത്തുന്നത്? 2 സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. ഒന്ന് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, മണ്ണിങ്ങനെ കുഴിച്ച് പോകുമ്പോൾ മണ്ണിൻ്റെ അടരുകൾ കണ്ട് കാലഗണന നിശ്ചയിക്കും. അങ്ങനെ പോകുമ്പോൾ റിമൈൻസ് കിട്ടും, ചിലപ്പോൾ കോയിൻസ് കിട്ടും, ചിലപ്പോൾ സിവിലൈസ്. എൻ്റെ കോൺസ്റ്റുവൻസിയിൽ മുസിരീസിൻ്റെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി കണ്ടപ്പോൾ ആ കാലഘട്ടത്തിൽ 2000 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന ടോയ്ലറ്റ് കണ്ട് ഇപ്പോഴത്തെക്കാളും ബെസ്റ്റ് ടോയ്ലറ്റ്. റിമൈൻസ് 31 രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഇത് 2000 കൊല്ലത്തിന് മുമ്പ് പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലുണ്ടായ ഒരു തുറമുഖത്തിന് 31 ലോകരാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന റിമൈൻസ് ആണ് കിട്ടിയത്. കോയിൻസ് അടക്കം. ചിലപ്പോൾ മനുഷ്യൻ്റെ തലയോട്ട് കിട്ടും, മൃഗങ്ങളുടെ അസ്ഥികൾ കിട്ടും. അപ്പോൾ ജനറ്റിക് സ്റ്റഡീസാണ് അടുത്ത സയൻസ് വരെയാണ്. ആ ജനറ്റിക് സ്റ്റഡീസ് വെച്ച് ഈ തലയോട്ടിയും എല്ലിൻ്റെ കഷ്ണങ്ങളും പരിശോധിച്ചാൽ കാലഗണന നിശ്ചയിക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് 5000 വർഷത്തിന് മുമ്പ് ഈ തലയോട്ടി പരിശോധിച്ച ജനറ്റിക് സ്റ്റഡി നടത്തിയ അതിൻ്റെ കാലം നിശ്ചയിച്ചാൽ മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് ഈ പർട്ടിക്കുലർ ഏരിയയിൽ കൂടി 5000 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കുകയാണ്. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഫ്യൂച്ചറിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട്
ഞാൻ JS-ഉമായിട്ട് ജോൺ സാമുവലായിട്ട് അച്ചു ശങ്കർ സാറിനെ കുറിച്ചൊരു പരദൂഷണം പറഞ്ഞെന്ന് വിചാരിക്കും. ഞാൻ സാധാരണ പറയുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയാം. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ വലിയ പ്രശ്നമാണ്. ഈ സാറിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ആരെങ്കിലും ഒരു 25 കൊല്ലം കഴിയുമ്പോൾ വന്ന് നമ്മളോട്, എന്നോടും JS-നോടും അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചുമക്കളോട് ചോദിക്കാൻ പോണത്, അല്ല നിങ്ങൾ ആ ശാസ്ത്രവേദിയുടെ പരിപാടിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ അപ്പൂപ്പന്മാർ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ അപ്പൂപ്പനെ കുറിച്ച് പരദൂഷണം പറഞ്ഞില്ലെന്ന്. തമാശ എല്ലാം പറയണം. ഇവിടെ സംസാരിച്ച കാര്യം ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. സൂക്ഷിച്ച് പറഞ്ഞോളാം ആരെങ്കിലും പറ്റും. ഞാൻ അതിനാണ് ഇപ്പോൾ വളരെ ശ്രദ്ധയാണ്. നല്ലത് തന്നെ പറയും, വെറുതെ കിടന്നോട്ടെന്ന് വിചാരിച്ചത്. ഇത് നമ്മളിത് മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജപ്പാനിലെ എക്സിബിഷനിൽ 25 വർഷം മുമ്പ് ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിക്കുകയായിരുന്നു. മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം മൊബൈൽ ഫോൺ ഇവിടെ ഇരുന്ന് അമേരിക്കയിലേക്ക് വിളിക്കില്ലേ, സംസാരിക്കല്ലേ. അപ്പം അന്തരീക്ഷത്തിലുള്ള സാധനങ്ങൾ പിടിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ എത്തണമെങ്കിൽ ഇതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇല്ലേ? സംതിങ് ഈസ് ദയർ, ഒരു വേവ്സോ അല്ലേ? സയൻറ്റിഫിക്കായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സംവിധാനം, ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഒരു മീഡിയം ഉണ്ടല്ലോ, ഈ വാക്ക് അവിടെ എത്തിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അത് ഡീകോഡ് ചെയ്യുന്നവരാണ്. അത്രയാണ് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് പോണത്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ, ഇപ്പോഴത്തെ തലമുറയെ, വരാനിരിക്കുന്ന തലമുറകളെ നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ളവരാക്കി മാറ്റി, ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം KPC പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിൽ ഒരു മനോഹരമായ ഒരു പോയിന്റ് ആണ്. എന്താണ്? ശാസ്ത്രത്തിനെ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിനകത്തൊരു വിഷൻ എന്ന് പറയുന്നത് നോൺ വയലൻ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. നോൺ വയലൻ്റ് ഡെവലപ്മെൻറ്റ്, സയൻസിനെ എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം, മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടി ചെയ്യാം, മനുഷ്യനെ ദ്രോഹിക്കാൻ ചെയ്യാം. ഇപ്പോൾ ആറ്റമിക് എനർജി എത്ര നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലേ? പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മനുഷ്യനെ കൊല്ലാനും ആറ്റമിക് എനർജി ഉപയോഗിച്ചില്ലേ എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ആളുകൾ ഇപ്പം തന്നെ വേലത്തരം തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കാൻ തുടങ്ങി, ഇല്ലേ? എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് ഗുണമുണ്ടാവും. അപ്പോൾ ഈ ശാസ്ത്രബോധവും ഈ അറിവും നമ്മുടെ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഘടകമാണ്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു IPCCയുടെ റിപ്പോർട്ട്, നാസ അനാലിസിസ്. എന്താണ്? കുറേ നാൾ കഴിഞ്ഞാൽ കൊച്ചിയും ബോംബെയൊക്കെ വെള്ളത്തിലാവുന്നവരാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് യാഥാർത്ഥ്യമായപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോളിസി ഫ്രെയിംവർക്ക് വേണം. ഇനിയുള്ള പോളിസി ഫ്രെയിം ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് ആലോചിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് എന്നുള്ള ഒരു കമ്പോണൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശാസ്ത്രീയമായ അറിവുകൾ. അപ്പോൾ ഞാൻ കോർപ്പറേഷന് മുമ്പിൽ നിന്നാണ് വരുന്നത്. കാരണം നമ്മുടെ തലസ്ഥാന നഗരിയിലെ തോടുകൾ മുഴുവൻ മാലിന്യ കൂമ്പാരമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. നമ്മുടെ സയൻസ് എവിടെ? എന്തെല്ലാം മെത്തേഡ്സാണ് ലോകത്ത് മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം മെത്തേഡ്സ് ലോകത്തുണ്ട്. അതാ പ്രസിഡന്റ് പറഞ്ഞ പോയിന്റ്. ആ സയൻറ്റിഫിക് നോളജ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറ്റണം. നമുക്കൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കർഷകന് ഗുണമുണ്ടാകും? നിങ്ങൾ തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നോക്ക്. തമിഴ്നാട്ടിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട്ടിലെ കർഷകൻ്റെ കാർഷിക വൃത്തിയെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അവരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, സംസാരം എല്ലാം വേണം. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരളത്തിലെ UDFന് നമുക്ക് ഇനി നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ പ്രതിപക്ഷത്താണ്, നമ്മൾ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യും, അല്ലേ? നമ്മൾ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യും. നമ്മൾ പറയും നിങ്ങളുടെ പബ്ലിക് ഹെൽത്ത് പോളിസി വളരെ മോശം. നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, വളരെ മോശം, ഇൻഎഫിഷ്യൻറ്റ് ടു ദ കോർ, നിങ്ങൾ വളരെ മോശമായി. അപ്പോൾ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇനി അടുത്ത ചോദ്യം, നമ്മളോടുള്ള ചോദ്യം. നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ വന്നാൽ വി ഹാവ് ഓൾട്ടർനേറ്റീവ്. പബ്ലിക് ഹെൽത്ത് ഏറ്റവും ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്, ഇതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറയാൻ പറ്റണം. കേരളത്തിൽ വലിയ ഫിസിക്കൽ ക്രൈസിസാണ്, വലിയ ധനപ്രതിസന്ധിയാണ്. ശരിയാണ്, പൈസയൊക്കെ പൊളിഞ്ഞിരിക്കുക. പക്ഷെ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും?
ഞങ്ങൾ വന്നാൽ കേരളത്തിലെ ധനസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി അസംബ്ലിയിൽ, നിരാശനായിപ്പോയി, ഡിപ്രഷൻ വന്നുപോയി അന്ന്. കാരണം ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചും പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ കുറിച്ചൊക്കെ പഠിച്ച് അസംബ്ലിയിൽ പോയി സംസാരിച്ചാണ് മൈഗ്രേഷൻ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മഹാത്മാഗാന്ധി വിദേശത്ത് പോയി പഠിച്ചില്ലേ, പിന്നെ ജവഹർലാൽ നെഹ്റു വിദേശത്ത് പോയി പഠിച്ചില്ലേ, പിന്നെ എന്താ കുഴപ്പമൊന്നും. സത്യ ഡിപ്രഷൻ വന്നുപോയെന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണ്ടേ? നമുക്ക് ഓൾട്ടർനേറ്റീവ് വേണ്ടേ? എന്താണ് മൈഗ്രേഷൻ? നമ്മുടെ ക്രീമായിട്ടുള്ള ചെറുപ്പക്കാർ പോട്ടെ, കുറേ കുട്ടികൾ പോയി പഠിക്കട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. ക്രീമായിട്ടുള്ള കുട്ടികൾ പോയി പഠിക്കട്ടെ. എല്ലാവരും പോയാലോ? എല്ലാവരും പോയാൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് ഉണ്ടാവില്ല. നമുക്കത് വേണ്ടേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മൈഗ്രേഷൻ, ഈ ട്രെൻഡ് തടുത്തു നിർത്താൻ. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു പോളിസി വേണം, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. തീർച്ചയായിട്ടും ശാസ്ത്രവേദിയുടെ സഹായം അതെല്ലാം ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നതിന് ഉണ്ടാകും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. വലിയ പ്രതീക്ഷയാണ്. ഞാൻ ചെറിയ പ്രതീക്ഷയല്ല എനിക്കുള്ളത്. കേരളത്തിലെ ശാസ്ത്രവേദിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ സ്വപ്നവും കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും, പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും എല്ലാ പിന്തുണയുമായി ഉണ്ടാകും. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഞാൻ കേശവ മോഹൻ സാറിൻ്റെ ഇതങ്ങ് ഒന്ന് ഓടിച്ചു നോക്കിയല്ലേ, വളരെ സിമ്പിളായിട്ടാണ് ഈ റിസ്ക് മിറ്റിഗേഷനെ പറ്റി, ഡിസാസ്റ്റർ റിസ്ക് മിറ്റിഗേഷനെ കുറിച്ച് തരൂർജിയുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതൊരു വലിയ സംരംഭമായി, വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.